ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഏറ്റവും സുന്ദരമായ രാത്രികളിലൊന്നാണ് ഇന്ന് കടന്നുപോയത്. 3 തുടർ പരാജയങ്ങൾ നേരിട്ട ബ്ലാസ്റ്റേഴ്സ് FC ഗോവയ്ക്കെതിരെ അവിസ്മരണീയ തിരിച്ചുവരവാണ് നടത്തിയത്. ഏഷ്യൻ കപ്പിന് ശേഷമുള്ള തോൽവികളിൽ ധാരാളം വിമർശനങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സ് നേരിട്ടിരുന്നു. അതിനെല്ലാം മറുപടി എന്നോണം ഗോവയ്ക്കെതിരെ 2-4 ഗോളുകൾക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വിജയം കൊയ്തത്. മത്സര തുടക്കം തന്നെ 2 തകർപ്പൻ ഗോളിലൂടെ മുന്നിട്ട് നിന്ന ഗോവയെ ബ്ലാസ്റ്റേഴ്സ് പലതവണ പരീക്ഷിച്ചെങ്കിലും ലക്ഷ്യം കാണാൻ മാത്രം സാധിച്ചില്ല. പ്രതീക്ഷകളും സ്വപ്നങ്ങളും തകിടം മറിഞ്ഞ ആദ്യ പകുതി. അവസരങ്ങളെ മുതലെടുക്കാനാവാതെ ആരാധകരെ നിരാശയിലാക്കി ആദ്യ പകുതി കടന്നുപോയി. രണ്ടാം പകുതിക്ക് മൈതാനത്തെത്തിയ കേരള ബ്ലാസ്റ്റേഴ്സിന് എന്തൂർജമാണ് ലഭിച്ചത്. കോച്ച് ഇവാൻ വുക്കോമനോവിച്ച് എന്ത് തന്ത്രമായിരിക്കും പറഞ്ഞു നൽകിയിട്ടുണ്ടാവുക. അറ്റാക്കിംഗ് ഫുട്ബോൾ കാഴ്ചവെക്കുന്ന ഗോവയെ ശരിക്കും രണ്ടാം പകുതിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വരിഞ്ഞു മുറുക്കി. ആദ്യ പകുതിയിൽ ആടിയുലഞ്ഞ ഡിഫൻസ് സെക്കൻഡ് ഹാഫിൽ ഗോവയുടെ അറ്റാക്കുകളെ ചെറുത്തുനിന്നു. മുന്നേറ്റത്തിൽ സക്കായും ഫെഡോറും ദിമിയുമെല്ലാം പൂർണ്ണതയെ പുൽകിയപ്പോൾ വമ്പന്മാരെ പതിയെ ബ്ലാസ്റ്റേഴ്സ് പരാജയത്തിലേക്ക് തള്ളിയിട്ടു. 51 ലഭിച്ച ഫ്രീകിക്കിനെ ഉജ്ജ്വലമായി വലയിലെത്തിച്ച് ആദ്യ ഹീറോ ഡെയ്സുക്കി സക്കായി ആയപ്പോൾ 81-84 ദിമിയുടെ ഇരട്ട പ്രഹരത്തോടെ കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ തിരിച്ചുവരവ് ഉറപ്പിച്ചിരുന്നു. ഒടുക്കം ഫെഡോർ കൂടെ അവസാന വെടി പൊട്ടിച്ചതോടെ 2-4 ഗോളുകൾക്ക് വമ്പന്മാരായ FC ഗോവയെ കേരള ബ്ലാസ്റ്റേഴ്സ് തകർത്തെറിഞ്ഞു. കേരള ബ്ലാസ്റ്റേഴ്സ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച കംബാക്കുകളിലൊന്നാണ് ഇന്ന് കലൂർ സാക്ഷ്യം വഹിച്ചത്. 3 കളികളിലെ തോൽവികളിൽ മറുപടി നൽകിയതോടെ വരാനിരിക്കുന്ന മത്സരങ്ങൾക്ക് വലിയ പ്രതീക്ഷയാണുള്ളത്. വിമർശനങ്ങളും പരിഹാസങ്ങളും ശാന്തനായി കേട്ടുനിന്ന് ഇവാൻ ആരാധകർക്ക് വേണ്ടി ഒരുക്കിയ സമ്മാനമാണ് ഈ വിജയം. വരാനിരിക്കുന്ന മത്സരങ്ങൾക്ക് വലിയ മുതൽക്കൂട്ടാകുവാനും താരങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുവാനും ആരാധകരുടെ പ്രതീക്ഷകൾക്കും ഈ വിജയം സമർപ്പിക്കുന്നു.